എന്ന് പറയുന്നത്. അത് ഇതും കൂടി ചിലവർ നമ്മളോട് സംസാരം പറയും ഒക്കെ കണക്കാണ്. ഞാൻ നല്ലൊരു വീട് പോകാനൊന്നുമില്ല, ഒരാഴ്ച ഇവര് എണ്ണ എങ്ങനെയും കൊടുന്നു വരും. ഞാൻ എണ്ണ കൊടുന്നു കൊടുക്കും, പക്ഷെ എന്താ പറയുക, എണ്ണയ്ക്ക് ഞാൻ 780 രൂപ. ഞാൻ പറഞ്ഞ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 540 നിങ്ങൾക്ക് ഇവിടെ വന്ന് ഷോപ്പിൽ നിന്ന് കിട്ടും. ഞാൻ കൊടുന്നു തരികയാണെങ്കിൽ 750. എന്റെ വീടിന്റെ 3ാമത്തെ വീട്, എനിക്ക് ചെലവൊന്നുമില്ല. പക്ഷെ ഞാൻ അത് കറക്റ്റായി പറഞ്ഞിട്ടാണ് കൊണ്ടുപോയി കൊടുത്തത്. അങ്ങനെ എണ്ണ ഇങ്ങനെ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവരുടെ മകൻ കയറി വന്നു. ഒരു 10-22 വയസ്സുണ്ടാവും. ഇതെന്താന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെ ഇത് വിൽക്കാൻ നടക്കുന്ന ഒരാളാണ്. അങ്ങനെ ഞാൻ പറ്റിയ പറഞ്ഞു, ഇതെന്താണ് സാധനം എന്ന് വെച്ചാൽ എണ്ണ കുറിച്ച് ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കിയോ. ഞാൻ പറഞ്ഞു നമുക്ക് കംപ്ലീറ്റ് കാര്യം അറിയല്ലേ എന്ന് വെച്ചു. അങ്ങനെ ഏതായാലും ഞാൻ പറഞ്ഞു, മോനെ എന്നോട് അത് കെമിക്കൽ ഇല്ലാത്ത സാധനമാണോ എന്ന് ചോദിച്ചു. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇതിന് ഞാൻ 4 വർഷമായിട്ട് കെമിക്കൽ ഇല്ലാത്ത യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് രോഗിയല്ലാതിരിക്കുന്നത്. 4 വർഷമായിട്ട് ഒരു ദിവസം പോലും ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു ഗതികേട് വരാതിരിക്കുന്നത്. നമ്മൾ കൈ കഴിക്കുന്നത് മുതൽച്ച് പാത്രം കഴിക്കുന്നത് മുതൽച്ച് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനം വെസ്റ്റേജിന്റെ ഉൽപ്പന്നം ആയതുകൊണ്ട് ആ കെമിക്കൽ എന്നുള്ള പേര് നമുക്ക് കിട്ടുന്നില്ല വീട്ടിൽ. അതുകൊണ്ട് നമ്മളെ മക്കൾ നമ്മളെ കുടുംബം ആരോഗ്യത്തോടെ ജീവിക്കുന്നുണ്ട്. അപ്പൊ അത് പറഞ്ഞപ്പോ അവൻ ഇറങ്ങിപ്പോയി. അതിൽ ലാസ്റ്റ് ഉമ്മാനോട് ഞാൻ പറഞ്ഞു കൊടുത്തത്. അവ പറഞ്ഞു നിങ്ങൾക്കൊക്കെ ഭയങ്കര വിലയല്ലേ. അപ്പൊ ഞാൻ ചോദിച്ചു ഏതിനാണ് ഇതിന് വില? വെളിച്ചെണ്ണന്റെ വില ചോദിച്ചു, എണ്ണന്റെ വില പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ തിരൂരിന്ന് അടുത്ത കാലത്ത് ഉണ്ടായ സംഭവമാണ്. തിരൂർ ചായപ്പൊടിയുടെ കഥ എപ്പോഴും ഞാൻ പറയുന്നതാണ്. എന്റെ സൂമിലോ മറ്റിലൊക്കെ പറയും. നടുലങ്ങാടിയിൽ നിന്നാണ് 70 ഗ്രാം ചായപ്പൊടി കൃത്രിമ ചായപ്പൊടി കുടിച്ചു. വൈലത്തൂരിന്ന് കുടിച്ചു. കൽപ്പഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് കുടിച്ചു. വെങ്ങാട്ടിൽ നിന്ന് ഈർച്ചപ്പൊടി തേക്കിന്റെ വൈലാഞ്ചിയെ കൃത്യ കളറ് 100 ഗേജ കുടിച്ചു. ചായപ്പൊടി എല്ലാം കുടിച്ച് അത് ചേർത്താണ് മസാല. കാലങ്ങളായി അവൻ ഇത് ബിസിനസ് ചെയ്യുന്ന ആളാണ്. മറ്റേ ഓയിൽ കുടിച്ചില്ല. 37 ലിറ്റർ ഓയില് ബേക്കറിയിൽ നിന്നും കുടിച്ചത്. ഇതിന്റെ അന്വേഷണം പോയത് എവിടേക്ക് എത്തിയെന്ന് ഈരോട്, തമിഴ്നാട് ഈരോട് നിന്ന് എത്രയോ വർഷങ്ങളായാലും കേരളത്തിലെ അമ്പലത്തിൽ വിളക്കെത്തിക്കുക എന്നുള്ള വ്യാജേന ഇവിടെ സൺഫ്ലവർ വെളിച്ചെണ്ണ. ഈ നടുലങ്ങാടി നിന്നോട് ഒരു ഹോട്ടലുകാരൻ പറഞ്ഞു തന്നവരും 70 റുപ്യ കംസാക വെളിച്ചെണ്ണ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ 400-500 ടൈം. അപ്പൊ നിങ്ങൾ സ്വയം ചിന്തിക്കുക, മരിക്കണമെങ്കിൽ നമ്മളൊന്നും ചെയ്യണ്ട. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം ഉപയോഗിക്കുക, സുഖമായി കിടന്നുറങ്ങുക. ചിലപ്പോൾ രാവിലെ എനിക്ക് അല്ലെങ്കിൽ മിക്സിക്ക് കാശുണ്ടാകും. ഇപ്പൊ 2 ആഴ്ച മുമ്പിന്റെ വീടെപ്പോഴും ഞാൻ കളഞ്ഞിട്ടില്ല. ഏതോ ഒരു മരിച്ചമ്മാരെ പിന്നെ ഓപ്പറേഷൻ ചെയ്ത് മകൻ മരിച്ചതാണ് നിങ്ങൾ പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാ ഓപ്പറേഷൻ ചെയ്തൊരു പ്രശ്നങ്ങളുണ്ടാക്കി. ഇവിടെ ഇനിയിപ്പോ നമ്മൾ ജീവിക്കുന്നത് 45 കൊല്ലം സുഗറിന് ഗുളിക കുടിപ്പിച്ചിട്ട് ഇപ്പൊ പറഞ്ഞത് ആ ബേച്ച് ഞങ്ങൾ പിൻവലിച്ചു. കഴിച്ചവർക്ക് ക്യാൻസറിന്റെ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ആരോടാ പറയാം? എന്റെ യുവത്വം മുഴുവൻ അവർ നശിപ്പിച്ചു. അതിനുശേഷം ക്യാൻസറാന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ചെയ്യും. ഇവിടെ ഇനി നമ്മൾ ചിന്തിക്കും. ഇവിടെ ഇതേ സ്റ്റേജിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരാള്, ഈ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഇത്തൽ പ്രോസസ് ചെയ്തിട്ട് അതിന്നാണ് ഇതിന്റെ ഈ മെഡിസിനുകൾ ഉത്പാദിപ്പിച്ചിരുന്നത്. അതിലാണ് ഇതിന്റെ എസൻസ് അവർ ചേർത്തുന്നത്. അപ്പൊ അടുത്ത ദിവസം ഞാനൊരു ഡോക്ടറെ കാണാൻ പോയി സംസാരിച്ചപ്പോൾ ഞാൻ ഇതിന്റെ സംശയം ഒന്നും കൂടി വിശദീകരിച്ചു. അല്ല മേഡം, ഇങ്ങനെ ഇത്തൽ പൊടിയാണോ ഈ ഗുളിക മെഡിസിൻ ഉണ്ടാക്കുന്നതിൽ യൂസ് ചെയ്യും? അതേ സാർ. അപ്പൊ എന്താണ് ഇവർക്കൊക്കെ ഇത് അറിയായിട്ടല്ല, ഇത് നമ്മൾ അതിനഡിക്റ്റായി. നമ്മൾ ഏറ്റവും വിശ്വസിക്കുന്ന ആരാണ്? അത്രയും പടച്ചോനി റസൂൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് മുസ്ലിമുകൾ. മറ്റുള്ളവർ അവരുടെ രീതിയിലും ചിന്തിക്കുന്നു. പക്ഷെ അതിനപ്പുറം ഡോക്ടറെ വിശ്വസിക്കുന്നത്. നിങ്ങൾ ചെല്ലുമ്പോൾ ചോദിക്കണില്ല ഇതിന് ഡോക്ടർ ഉണ്ടോന്ന് എന്നോട് ചോദിക്കലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു ഡോക്ടർക്ക് മരുന്ന് കുറിപ്പ് എഴുതാൻ അവകാശമല്ലോ, ഉണ്ടാക്കാനുള്ള സിസ്റ്റം അവർക്കില്ല. അത് സയന്റിഫിക്. അവർ നിരീക്ഷണത്തിലാണ് ഈ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത്, മെഡിസിൻ ഉണ്ടാക്കുന്നത്. അതേമാതിരി 10-60 സയന്റിഫിക്കുടെ നിരീക്ഷണത്തിൽ 2 ലാബിൽ വെച്ച് എല്ലാ ടെക്നിക്കൽ വർക്ക് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന നമ്മളെ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിലാണ് നമ്മള് പരീക്ഷണം നടത്തുന്നത്. മത്തില് എലി, തവള, കുരങ്ങ് ഇതിലൊക്കെ പരീക്ഷണം നടത്തുന്നത്. അപ്പൊ നമ്മൾക്ക് എന്താ സാധനം എന്നുള്ള തിരിച്ചറിവുള്ളതിന് ഇവിടെ വിവേകം രക്ഷപ്പെടാനുള്ള വഴികളുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ നമ്മളെ മൂലിയിൽ പറഞ്ഞ മാതിരി, അല്ല നമുക്ക് സ്റ്റാർ ഡയറക്ടർ പറഞ്ഞ മാതിരി ഞാൻ പറഞ്ഞു കൊടുത്തത് എന്താ വെച്ചാല്, ഞാൻ സ്റ്റേജിൽ വന്നത് ടൂർ പോകാനോ ആഗ്രഹങ്ങളൊന്നും വെച്ചല്ല. ഞാൻ എന്റെ ഷുഗർ നോർമൽ ആകാൻ, എന്റെ വേരിക്കോസ് പ്രശ്നം, ആരോഗ്യം ഉണ്ടായിരിക്കുക. എന്തായാലും എന്നെ സംബന്ധിച്ച് 10-25 കൊല്ലം ഗൾഫിൽ നിന്ന് മക്കളൊക്കെ കെട്ടിച്ച് പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഇപ്പൊ നേരത്തെ പറഞ്ഞാല് ഈ പ്രായമായ ഞങ്ങൾക്ക് എന്താ പണിയെന്ന് അബുക്ക പറഞ്ഞാല് ഒരു മൂലക്കിരിക്കുക.
അതേ ഉള്ളൂ. എന്തെങ്കിലും വീട്ടിൽ പറഞ്ഞാൽ സാധനം കൊടുക്കുന്നവർക്ക് ഈ ചൂണ്ടിയുള്ളൂ. പക്ഷെ എന്റെ ഒരു തിരിച്ചറിവ് എന്താ വെച്ചാൽ എനിക്ക് ഈ പ്രശ്നം പരിഹരിച്ചല്ലോ, അപ്പൊ സമൂഹത്തിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ആ ഒരു ദൗത്യമാണ് എനിക്ക്. കാരണം എന്താ, ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴും മരിക്കുമല്ലോ, ഇവിടുന്ന് ഇറങ്ങിയാൽ വീണോ മരിക്കൂലേ. അപ്പൊ നാളേക്ക് ചിലവരുടെ പ്രാർത്ഥന എനിക്ക് ഉണ്ടെന്ന് 100% കോൺഫിഡൻസ് വെസ്റ്റേജിൽ വന്നാലേ എനിക്ക് ഉണ്ടായി എന്ന് പറഞ്ഞത്. അത് നിങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. നിങ്ങളവിടെ ഓരോരുത്തരും വിളിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഒരാഴ്ച ഒക്കെ വിളിച്ചും ചിലൊരു മാസം വിളിച്ചും കൊല്ലങ്ങൾ വിളിക്കും. അപ്പോഴും രണ്ടാളെ കൊടുക്കുന്ന 500 കിട്ടുന്ന കമ്പനിയുടെ കഥകൾ പറയും. ഇപ്പൊ എന്റെ ഇതിലുണ്ട് ഒരു ഡയറക്ടർ. ആ ഡയറക്ടർ നൈറ്റ് ഓഫിലേക്ക് പോയി. എങ്ങനെ പോയി? ഉമ്മ മരിച്ചു. അപ്പോഴുള്ള പണ്ട കൂടി കിട്ടി. മറ്റ് പങ്ങന്മാരെ അവള് ദിവസം മോശം അത് അവള് എന്തെങ്കിലും ഉപയോഗിച്ചു. അതിന് കുറച്ച് പൈസ വിറ്റ് കിട്ടി. അത് 38,000 ഉറുപ്പിക എന്തോ മുടക്കി ഐക്കോഫി ഒരു 20 കട്ടിലെല്ലാം വാങ്ങിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, സാറ് ഇതിന്ന് പൈസ ഇട്ടിട്ടാണ് വെസ്റ്റേജ് ചെയ്യാനും. അപ്പൊ അത് ഒരു കൊല്ലം ഇതിന്ന് പോയിട്ട് ഇപ്പോഴും അതിന് ഇതിന് പൈസ കിട്ടിയിട്ടില്ല. 6,000 ഉറുപ്പിക വാങ്ങിയപ്പോ കിട്ടിയപ്പോ തന്നെ എന്റെ എല്ലാ ലീഡർമാരും വിളിച്ച് 6,000 കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് 6,000 കിട്ടി, വെസ്റ്റേജ് നേരെ എന്തേ കിട്ടിയില്ല. പക്ഷെ ആ വ്യക്തിനെ അതിന് ബാക്കി 32,000 ഇവിടെ പോയി. എന്നിട്ട് അതിന്റെ ചോള വന്ന ലീഡർ വിളിച്ചാൽ നിങ്ങൾ 2 കുപ്പി കൊണ്ടുപോയി വിറ്റ് വരുമോന്ന്. എന്തിനാണ് ഈ കഷ്ടപ്പാടുകൾ പോണത്? അരുണാദേവി കഴിഞ്ഞ ചൊവ്വാഴ്ച അതിന്റെ അടുത്ത ചൊവ്വാഴ്ച പറഞ്ഞത് 12 മാസം കൊണ്ട് 2 ലക്ഷം രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് വാങ്ങിയ ആളാണ് വെസ്റ്റേജിൽ നിന്ന്. ഒരു മാസം 50,000 രൂപ ഉണ്ടാകുമ്പോഴാണ് പിന്നെ വിളിച്ച് എത്തിയിട്ട് പറഞ്ഞ ഹംസാഖാൻ നിങ്ങളുടെ കൂടെയുള്ള ലീഡർമാർക്ക് എന്താ പണി? 10 ബാത്റൂം കഴുകാളത് കൊടുത്താൽ 500 രൂപ കിട്ടും. ഞാനൊരു ദിവസം 1000-1500 ഉണ്ടാക്കുന്ന ദിവസമുണ്ട്, ചില ദിവസം 1000. എന്ത് ഇഷ്ടമാണ്. അതാണ് നമ്മൾ ഒരാളെ കീഴിൽ. ഇപ്പൊ നിങ്ങൾ തുണിസാപ്പ് പോയാൽ ആ ബോസ് പറയുന്നില്ല